പ്രിയപ്പെട്ടവരെ, ഈ സമുദ്രതീരം സാംസ്കാരിക കേന്ദ്രം മാത്രമല്ല, ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഒരർത്ഥത്തിൽ ഞാൻ ഒരു ആശയക്കുഴപ്പത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഇഴചേർന്നിരിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. ഇത് ജീവകാരുണ്യ കേന്ദ്രമാണ്. ഇത് ഭാഷയെ ബഹുമാനിക്കുന്ന ഒരു കേന്ദ്രമാണ്. സാഹിത്യ സൃഷ്ടികളെ ആദരിക്കുന്നൊരു കേന്ദ്രമാണ്. പിന്നെ ടീച്ചറുള്ളതുകൊണ്ട് സംഗീതത്തിനെയും പരിചരിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഒരുപാട് നന്മയുടെ ധാര ഈ സ്ഥാപനത്തിൽ എനിക്ക് അനുഭവവേദ്യമായി വന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറയേണ്ടതെന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തത കിട്ടാത്ത ഒരവസ്ഥയിലുമാണ് ഞാൻ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റി പറയണമോ അതോ ഭാഷ, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറയണമോ? ഇതൊന്നും ഒരു വ്യക്തത ഇല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു വലിയ പ്രഭാഷണം നടത്താൻ തന്നെ ഞാൻ അശക്തനാണ്. കാരണം ഒരുപാട് നന്മ കൂടിയാലും പ്രശ്നമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുകയില്ലേ. ഒരു കാര്യത്തെപ്പറ്റി മാത്രമാണെങ്കിൽ പറയാം. ഏതായാലും ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൽ ഇവിടെ ആയിരുന്നു. ടീച്ചറാണ് എൻ്റെ ഈ പാതാളക്കരണ്ടി എന്ന് പറയില്ലേ, കിണറിൽ വളരെ അങ്ങ് ആഴത്തിൽ തൊട്ടി വീണു പോയാലും പാതാളക്കരണ്ടി തോണ്ടിയെടുക്കും എന്ന് പറയുന്നതിൽ ടീച്ചറാണ് നമ്മുടെ പാതാളക്കരണ്ടി. ഞാനങ്ങ് മുങ്ങിപ്പോയതാണ്. 21 ഞാനിവിടെ എങ്ങും ഇല്ല, തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് മാതൃഭാഷാ ദിനം സാരമില്ല, നമുക്ക് എപ്പോഴും വേണമെങ്കിലും നടത്താം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഈ ഒരു പരിപാടി വളരെ പെട്ടെന്ന് ഇത് സംഘടിപ്പിച്ചത്. അതും എനിക്കറിയാം. എൻ്റെ ഒരു സൗകര്യത്തിന് കൂടിയിട്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ വച്ചത്. അതിന് യാതൊരു മുഷിവും തോന്നാതെ വളരെ പെട്ടെന്ന് അതിൻ്റെ സംഘാടക ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ളിലൊതുക്കി വളരെ പെട്ടെന്നാണ് ഈ പരിപാടി സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയാഞ്ഞിട്ടല്ല. ആ മഹാമനസ്കതയ്ക്കും ഞാൻ നന്ദി പറയുന്നു. കാരണം എങ്ങനെയാണെങ്കിലും പിന്നെ ഞാനിവിടെ വരുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഒരു പരിപാടി പെട്ടെന്ന് സംഘടിപ്പിച്ചതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ പോരായ്മകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. കാരണം പലർക്കും വരാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഷോർട്ട് നോട്ടീസിൽ. എങ്കിലും കുറച്ച് പേരിവിടെ വന്നിരിക്കുന്നു. പിന്നെ ശിവകുമാർ, മറ്റ് അവാർഡ് ജേതാക്കളും ഇവിടെ ഉണ്ട്. മലയാള ഭാഷയെക്കുറിച്ചുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു പുസ്തകമാണ് 1ാം സമ്മാനത്തിന് അർഹമായിട്ടുള്ളത്. ബാക്കിയും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതിന് 3ാം സ്ഥാനം കിട്ടിയിട്ടുള്ള പെരുമലയെന്നുള്ള പുസ്തകം തന്നെ മലയാള ഭാഷയുടെ വേറൊരു ഒരു സമീപനത്തെയാണത് അത് ആഘോഷിക്കുന്നത്. കാരണം അവിടെ കണ്ണൂർ ഈ മലയന്മാരുടെ ഇടയിലുള്ള ഭാഷാ ശൈലി അങ്ങനെ തന്നെ, അതിലെ ഓരോ വാക്കിലും ആ ഭാഷയാണ് അദ്ദേഹം ആവാഹിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്ന് മലയാള ഭാഷയുടെ ഒരാഘോഷവും കൂടിയാണ് ഇവിടെ നടക്കുന്നത്. അതേസമയത്ത് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി വളരെ അത്ഭുതാവഹമായ രീതിയിലാണ് ഞാൻ ഈ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ കൊട്ടാത്തല ശ്രീകുമാർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടൊരു അത്ഭുതത്തോടു കൂടി തന്നെയാണ് ഞാനും കേട്ടുകൊണ്ടിരുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ കുറച്ചൊരു ഗ്ലാനി സംഭവിച്ചിരിക്കുന്നൊരു സമയമാണ്. നമ്മളതറിയാതെ പോകരുത്. സംശയദൃഷ്ടിയോടുകൂടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ആളുകൾ കാണേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് വർത്തമാനകാലത്ത് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാളൊരു ദോഷം ചെയ്താലും അത് എല്ലാവരെയും ബാധിക്കുമല്ലോ എന്നുള്ള മട്ടിൽ ചില പ്രസ്ഥാനങ്ങളിലുണ്ടായിട്ടുള്ള അപജയങ്ങൾ ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മുഴുവൻ സംശയദൃഷ്ടിയോടെ കൂടി നോക്കാൻ സമൂഹത്തെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ സമുദ്രതീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും കളങ്കപ്പെടുത്തുക മാത്രമല്ല, സംശയത്തിൻ്റെ ഒരു നിഴൽ പോലും വീഴാത്ത രീതിയിൽ ഇതിനെ സുതാര്യമായി കൊണ്ടുപോകാൻ ശ്രീ റുവാൽ സിംഗിനും അദ്ദേഹത്തിനെ സഹായിക്കുന്ന ഒട്ടേറെ സുമനസ്സുകൾക്കും ഒരു പ്രത്യേകമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്നെനിക്ക് തോന്നുകയാണ്. സുതാര്യതയാണ് ഇത്തരത്തിലുള്ള സാമൂഹിക സേവന അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ
ആത്മാവ് എന്ന് പറയുന്നത് സുതാര്യതയായിരിക്കണം എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഇവിടെ തന്നെ വസ്തു വിൽക്കാനായിട്ട് നോട്ടീസ് കൊടുത്തപ്പോൾ, പരസ്യം കൊടുത്തപ്പോൾ ആളുകൾ കൂടി അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ പണമുണ്ടാക്കി തരാമെന്ന് ഒരു സമൂഹം പറയണമെങ്കിൽ ഈ പ്രസ്ഥാനം നാട്ടുകാർക്കിടയിൽ ഉണർത്തിയിരിക്കുന്ന വിശ്വാസ്യത എന്തുമാത്രമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നിദർശനമായി ഞാനതിനെ കാണുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ പത്രവാർത്തകൾ കാണുമ്പോൾ ഒരു ദോഷം എന്തെന്ന് ചോദിച്ചാൽ, പത്രത്തിൽ പോസിറ്റീവ് വാർത്തകളൊന്നും വരികയില്ല. ഇപ്പോൾ കേരള കൗമുദിയുടെ കറസ്പോണ്ടൻ്റാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. കാരണം പോസിറ്റീവ് വാർത്ത എഴുതാനുള്ള സദ്ഭാവന പത്രമല്ല. ലോകത്ത് വല്ല ദോഷങ്ങളുണ്ടോ അത് നമ്മളോട് പറയുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം. അല്ലാതെ ഒരിടത്തൊരു നല്ല മനുഷ്യൻ ജീവിച്ചിരുന്നു, അയാൾ 85-ാം വയസ്സിൽ സുഖമായി മരിച്ചു, വാർത്തയാണോ? ആർക്കും വേണ്ട. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അവൻ ഭയങ്കര കുഴപ്പക്കാരനായിരുന്നു, അവസാനം ആളുകൾ തല്ലിക്കൊന്നു, വാർത്തയാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, വാർത്തയാണ്. ഇതാണ് വാർത്ത. ഇത്തരത്തിലുള്ള വാർത്തകൾ അതേ വരുള്ളൂ. അല്ലാതെ സൽസ്വഭാവികളെയും സന്മനസ്സുകളുടെയും വാർത്തയൊന്നും വരികയില്ല. അത് വാർത്തയല്ല, വാർത്താ പ്രാധാന്യമില്ല. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ മനുഷ്യർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാനല്ല വാസന. ഇപ്പോൾ മുമ്പിലിരിക്കുന്നതുകൊണ്ട് രാമായണം ഓർത്തു പോയതുകൊണ്ടാണ്. ഇപ്പോൾ രാവണൻ എന്നൊരാൾ സീതയെ അപഹരിച്ചു കൊണ്ട് പോയത് കൊണ്ടാണല്ലോ ശ്രീരാമൻ അവിടെ പോയി ഈ കിഷ്കിന്ധയിലെ ആളുകളെല്ലാം കൂട്ടി വാനര സൈന്യമുണ്ടാക്കി യുദ്ധം ചെയ്ത് രാവണനെ നിഗ്രഹിച്ച് അവിടെ നല്ലൊരു ഭരണകൂടവും സ്ഥാപിച്ച് തിരിച്ചു വരാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? രാവണനെ പോലെ ഒരു വില്ലനുള്ളത് കൊണ്ടല്ലേ. രാവണനില്ലായിരുന്നെങ്കിൽ രാമായണം എങ്ങനെയിരിക്കും? പിന്നെ ദശരഥൻ മോനെ കാട്ടിലയച്ചു, അവർ വനവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന് രാജ്യഭാരമേറ്റു, എല്ലാം ശുഭം. വാർത്തയുണ്ടോ? ഇല്ല. രാവണൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് രാമായണം ഒരു വാർത്താ പ്രാധാന്യം മാത്രമല്ല ഒരു വലിയ ഇതിഹാസമായി മാറിയത്. കാരണം അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഹിതകരമല്ലാതെ നടക്കുന്ന കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്. ആശാൻ പറഞ്ഞതുപോലെ ഒരു കാര്യം പലതിനും ഹേതുവാകാം, ഒരു ഹേതു പലതിനും കാരണവുമാകാം എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ നമ്മൾ കേൾക്കുന്ന തെറ്റായിട്ടുള്ള വാർത്തകൾക്ക് നമ്മുടെ സമൂഹത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു ഹേതുവുമായി പലപ്പോഴും മാറും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. രാവണനെ പോലെ ഒരാളുടെ കയ്യിലിരിപ്പിൻ്റെ ദോഷം കൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്ക് രാമായണമുണ്ടായി, ശ്രീരാമൻ്റെ മഹത്വം നമ്മൾ അറിയുന്നു. ലങ്കയ്ക്ക് ഒരു പുതിയ ഭരണകൂടമുണ്ടാകുന്നു, ഒരുപാട് മാറ്റങ്ങളുണ്ടായില്ലേ? രാവണൻ നല്ലവനും സൽസ്വഭാവികമായിരുന്നെങ്കിലും ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ദുസ്വഭാവികളെ കൊണ്ടും ചരിത്രത്തിന് കുറച്ച് പ്രയോജനമുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഒരു പാഠം. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ വരികയില്ല. പക്ഷേ ഈ വാർത്തകൾ വായിക്കുമ്പോഴൊരു കുഴപ്പം, ആ വാർത്തകൾക്ക് കിട്ടുന്ന അമിതമായിട്ടുള്ള പ്രാധാന്യം, ആവർത്തിച്ച് ടി വിയിൽ ഇങ്ങനെ ഇത് പറഞ്ഞ് നമ്മളുടെ തന്നെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് കാര്യങ്ങൾ എന്ന് സാമാന്യവൽക്കരിക്കാനുള്ള ഒരു പ്രവണത മനുഷ്യർക്കുണ്ടാവും. ആ പ്രവണതയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ ഒരു ദോഷം ചെയ്തു, നല്ലത് ചെയ്യുന്നു എന്നുള്ള പേരിൽ ഒരു ദോഷം ചെയ്തു, ആ വാർത്തയ്ക്ക് വരുന്ന പ്രാധാന്യം കൊണ്ട് നമ്മളുടെ മനസ്സെങ്ങനെയാണ്? ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അനുമാനിക്കാനുള്ള ഒരു വാസന മനുഷ്യനുണ്ട്. ആ വാസനയാണ് പത്രക്കാരും മാധ്യമങ്ങളെല്ലാം പിന്നെ ചൂഷണം ചെയ്യുന്നത്. അതിന് നമ്മൾ പ്രതിരോധിക്കണം എന്ന് പറയാനാണ് ഞാനീ പറഞ്ഞത്. രണ്ട് തരത്തിലുള്ള പ്രതിരോധം. ഒന്ന്, അത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ വന്നു അല്ലെങ്കിൽ സംഭവമുണ്ടായപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സ്വയം പ്രതിരോധം. അത് നമ്മുടെ സുതാര്യവൽക്കരണത്തിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് സമുദ്രതീരത്തെ സംബന്ധിച്ചിടത്തോളം സഹജമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ ഏകാധിപതികളില്ല, എല്ലാവരും ചേർന്ന് ഉചിതമെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സമ്മാനത്തിന് വേണ്ടി പുസ്തകങ്ങൾ അയച്ച 51 പേരുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ഈ സമ്മാനം കിട്ടിയവർ വരിക എന്നുള്ളതല്ലാതെ സമ്മാനം കിട്ടാത്തവരെ കുറിച്ച് സാധാരണ ആരും ഓർക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സ്വഭാവ രീതി നമുക്കതിൽ നിന്ന് മനസ്സിലായി. എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവട്ടെ. അവർ ഒന്നുമില്ലെങ്കിലും പുസ്തകം അയച്ചല്ലോ, നമുക്ക് സമ്മാനം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും അവരും നമ്മുടെ ബന്ധുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബന്ധുത്വത്തിൻ്റെ ഒരു ഹസ്തദാനം കൊടുക്കാൻ അവരെയും വിളിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് നമ്മുടെ മനസ്ഥിതിയുടെ ഒരു നിദർശനമായി ഞാൻ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഗ്ലാനി ഉണ്ടായെങ്കിൽ ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനകൾക്ക് ജാഗ്രത ഉണ്ടാവാൻ അതൊരു ഹേതുവാകുന്നു, സുതാര്യത ഉണ്ടാകാൻ ഹേതുവാകുന്നു, പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള നിർബന്ധമുണ്ടാകാൻ നമുക്കത് ഹേതുവായി തീരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞത്
ഇപ്പോൾ ഇവിടെ ഞാനൊരു ബോർഡ് കണ്ടു, 10 രൂപ നൽകൂ ജീവൻ രക്ഷിക്കൂ ക്യാൻസർ ചികിത്സാനിധി. ഞങ്ങളൊക്കെ പണ്ട് 10 രൂപയ്ക്ക് ഇങ്ങനൊരു ക്യാൻസർ കെയർ ഫോർ ലൈഫ് എടുത്തിട്ടുണ്ട്. പിന്നെ രസീത് ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രയോജനം കിട്ടാതിരിക്കട്ടെ. നമ്മളൊരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ വരുംവരായികളെപ്പറ്റി ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് നടത്താവുള്ളൂ. ഇത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, ആലോചിച്ചിട്ടുണ്ടാവണം. എത്ര പേര് ചേർന്നാൽ ഈ പദ്ധതി വിജയിക്കും? അപ്പോൾ ചേർന്നില്ലെങ്കിൽ ഈ തന്നവൻ 10 രൂപയാണ് തന്നതെങ്കിലും തന്നല്ലോ, അത് തിരിച്ചു കൊടുക്കണം. ഞാൻ വേറെ ഒരു സന്ദർഭത്തിലാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. നല്ല ഉദ്ദേശത്തോടു കൂടി വാങ്ങിയതാണെങ്കിലും ഉദ്ദേശം നടന്നില്ലെങ്കിൽ 10 രൂപ 11 രൂപയായിട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് മാന്യത. അപ്പോൾ സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സാധാരണ മനുഷ്യസഹജമായ ദൗർബല്യങ്ങളിൽ നിന്ന് അതീതമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനവും സമീപനവും തന്നെയാണ് ഈ സംഘടനകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സാധാരണ മനുഷ്യർക്കൊക്കെ കുറച്ച് തെറ്റൊക്കെ സമൂഹം പൊറുക്കും. പക്ഷേ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല എന്നത് വളരെ വലിയ പ്രതീക്ഷയുടെ ഭാരം, ആളുകളുടെ പ്രതീക്ഷയുടെ ഭാരം നമ്മുടെ മനസ്സിലേൽപ്പിക്കുന്നുണ്ട്. അത് ഏറ്റെടുക്കാൻ സമുദ്രതീരത്തിന് പിന്നെ കപ്പാസിറ്റി ഉണ്ട്, കഴിവുണ്ട്, ആന്തരികമായിട്ടുള്ള ചൈതന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം മാതൃകാപരമായി സംശയത്തിനതീതമായി നടത്താൻ നമുക്ക് സാധിക്കണം. ഞാൻ ഈ സംശയം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് മാത്രം. കാരണം ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സംശയത്തിൻ്റെ നിഴൽ വന്ന് വീഴുമ്പോൾ ഒരുപാട് പേരുടെ വിശ്വാസത്തെയാണ് അത് ഹനിക്കുന്നത്. കാരണം ഈ സ്ഥാപനത്തിന് സഹായം നൽകുന്നവരൊക്കെ തന്നെ നമ്മുടെ സ്നേഹത്തിൽ, മനുഷ്യ സ്നേഹത്തിന് പ്രതിഫലമായിട്ടാണ്, പ്രത്യുപകാരമായിട്ടാണ് ആ സേവനം തരുന്നത് അല്ലെങ്കിൽ സഹകരണം തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനുഷ്യ സ്നേഹം നിർവ്യാജമായിരുന്നു എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനും അത്തരത്തിൽ സുതാര്യമായി ഈ കാര്യങ്ങൾ ചെയ്യാനും സമുദ്രതീരത്തിന് മാതൃകാപരമായി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. മാത്രവുമല്ല, ചില സ്ഥാപനങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളായി പോലീസ് കേസും വഴക്കുമൊക്കെ ആയി കഴിയുമ്പോൾ ആളുകൾക്ക് പൊതുവേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് സംശയം വരുന്നത് ഒരു സംസ്ഥാനത്തിനും സമൂഹത്തിനും നല്ലതല്ല. കാരണം സർക്കാരുകൾ എന്തെല്ലാം വിചാരിച്ചാലും ഈ രാജ്യത്തെ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളെല്ലാം കൂടി നടത്തുന്ന കാര്യങ്ങളുടെ തോത് നോക്കിയാൽ എത്ര ആയിരം മനുഷ്യരെയാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗാന്ധി ഭവനിൽ നിന്ന് ഞാൻ അവരെ കണ്ടു. അതുപോലെ തന്നെ അവർ നാടകത്തിൽ അഭിനയിക്കാൻ പോയതാണ്. ഗാന്ധി ഭവനെ പറ്റി നമ്മളോട് സംസാരിച്ചു. അതുപോലെ തന്നെ കൊട്ടാരക്കര ആശ്രയമുണ്ട്, ഞാനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എത്രയെത്ര സ്ഥാപനങ്ങളും സംഘടനകളുമാണ് കേരളത്തിലൊട്ടാകെ. എത്ര ആയിരം പേരെയാണ് ഈ സ്ഥാപനങ്ങൾ ആശ്വസിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും. ഇവരെയൊക്കെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താനുള്ള സാഹചര്യമുണ്ടായാൽ, ഈ സ്ഥാപനങ്ങൾ വയബിൾ അല്ലാതായിപ്പോയാൽ, അവരെ നിരുത്സാഹപ്പെടുത്തിയാൽ കേരളത്തിൻ്റെ നന്മയുടെ ഒരു ശാഖ അങ്ങ് തളർന്നു പോകും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം പ്രസ്ഥാനങ്ങളെ നമ്മൾ വിമർശിക്കുവാനും. അതിന് പകരം അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിൻ്റെ ശൈലിയിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി, ഇതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്, മറ്റ് സ്ഥാപനങ്ങളെപ്പറ്റി മാറ്റിക്കൊണ്ട് സുതാര്യതയും വിശ്വാസ്യതയും ആർജിച്ചുകൊണ്ട് നമ്മുടെ നന്മയുടെ പുഴ പിന്നെയും മുമ്പോട്ട് ഒഴുകട്ടെ. അത് സമുദ്രത്തിൽ ലയിക്കട്ടെ. സമുദ്രതീരത്താണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. അത് കരുണയുടെ സമുദ്രത്തിൽ ലയിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മാതൃഭാഷാ ദിനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി വല്ല ബന്ധമുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ഇത് രണ്ടിനെയും കൂടെ ചേർത്തല്ല പറയുന്നത്. എൻ്റെ പ്രഭാഷണത്തിൻ്റെ 1-ാം ഭാഗമാണ് ഞാൻ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗ്ലാനിയെപ്പറ്റിയും അത് നമുക്ക് ഏൽപ്പിച്ചു തരുന്ന ഉത്തരവാദിത്വത്തെപ്പറ്റിയും ഒന്ന് ഓർമ്മപ്പെടുത്തിയത് എന്ന് മാത്രം. അതൊന്നും ഈ സ്ഥാപനത്തിന് ഇപ്പോൾ ആവശ്യമാണെന്നുള്ള മട്ടിലല്ല, പൊതുവായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇതിന് മാതൃകാപരമായ ഒരു സ്ഥാപനമായി മാറാൻ ഈ സമുദ്രതീരത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് തീരെയില്ല. ഈ മലയാള ഭാഷയെപ്പറ്റി അല്ലെങ്കിൽ മാതൃഭാഷാ ദിനത്തെപ്പറ്റി പറഞ്ഞു പോയാൽ ഒരുപാട് പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞാനതിൻ്റെ ആ ആപത്തിലേക്ക് ഞാൻ വീഴുന്നില്ല. കാരണം കുറേ കാലമായി ഈ ഭാഷയ്ക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ 5 വർഷം മലയാള സർവകലാശാലയിൽ പ്രവർത്തിച്ചു. ഇനിയിപ്പോൾ പ്രസംഗമേ ഉള്ളൂ, പ്രവർത്തനം കുറവാണ്. പ്രവർത്തിക്കാൻ കുറച്ചുണ്ട്, എങ്കിലും അത് സാധിക്കുന്നില്ല. അത് ഞാൻ മറ്റൊരു അവസരത്തിൽ പറഞ്ഞുകൊള്ളാം. മാതൃഭാഷാ ദിനത്തെപ്പറ്റി പറയുമ്പോൾ ലോകത്ത് മാതൃഭാഷയോട് ഇത്രയേറെ ഉദാസീനമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുന്ന ജനത ഒരു പക്ഷേ മലയാളികളായിരിക്കും എന്ന് പറഞ്ഞാൽ ഭാഷയെ സ്നേഹിക്കുന്ന നമുക്ക് അത് ഒരു കടുത്ത പറച്ചിലായിട്ട് തോന്നും. പക്ഷേ വാസ്തവത്തിൽ
സ്വന്തം ഭാഷയോട് വളരെ ഉദാസീനമായിട്ടുള്ള, അതാണ് വാക്ക്, ഉദാസീനമായിട്ടുള്ളൊരു ബന്ധം പുലർത്തുന്ന ഒരു ജനവിഭാഗം മലയാളികളാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ഇപ്പോൾ തന്നെ തമിഴ്നാടും കേന്ദ്ര ഗവൺമെൻറ്റുമായി ഭാഷയെ ചൊല്ലി വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൽ 3 ഭാഷകൾ പഠിപ്പിക്കണമെന്നാണ് പുതിയ വിദ്യാഭ്യാസ നയം പറയുന്നത് എങ്കിൽ സ്റ്റാലിൻ ആണയിട്ട് പറയുന്നു, ഞങ്ങൾ അന്നും ഇന്നും എന്നും 2 ഭാഷയെ ഇവിടെ പഠിപ്പിക്കൂ, തമിഴും ഇംഗ്ലീഷും മാത്രം. 3ാമതൊരു ഭാഷ പഠിപ്പിക്കണം എന്നാണ് പുതിയ വിദ്യാഭ്യാസ നയം പറയുന്നത്. അത് ഹിന്ദി ആവണമെന്ന് അവർ പറയുന്നില്ലെങ്കിലും അതാണ് ലക്ഷ്യം. അപ്പോൾ ഏതെങ്കിലും ഇന്ത്യൻ ഭാഷ പഠിപ്പിച്ചാൽ മതി എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേന്ദ്രീയ വിദ്യാലയത്തിൽ ഹിന്ദി പഠിപ്പിച്ചോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷേ ഞങ്ങളുടെ എല്ലാ സ്കൂളുകളിലും ഈ ഹിന്ദി അല്ലെങ്കിൽ മറ്റൊരു ഇന്ത്യൻ ഭാഷ പഠിക്കണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. അതൊരു ഭാഷ മാത്രമല്ല, അതൊരു വികാരമാണ്. 65ലും 67ലൊക്കെ തന്നെ എന്തെല്ലാം പ്രക്ഷോഭങ്ങളാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതിനെ ചൊല്ലി തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. നമുക്ക് അത്തരത്തിലുള്ള യാതൊരു കുഴപ്പങ്ങളും ഉള്ളവരല്ല. നമുക്ക് ഹിന്ദി പഠിക്കണമോ പ്രയോജനമുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദി പഠിക്കും, അറബി പഠിക്കണമോ പ്രയോജനമുണ്ടെങ്കിൽ നമ്മൾ അറബി പഠിക്കും. അങ്ങനെയാണല്ലോ ദുബായിലൊക്കെ പോയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ അറബിയൊക്കെ സംസാരിക്കുന്നവരുണ്ട്. കാരണം ജീവിക്കാൻ അറബി പഠിക്കണമെങ്കിൽ നമ്മൾ അറബി പഠിക്കും, ഹിന്ദി പഠിക്കും, എന്ത് വേണമെങ്കിലും പഠിക്കും. മലയാളം പഠിക്കാതിരിക്കണമോ പ്രയോജനമുണ്ടെങ്കിൽ അതും പഠിക്കാതിരിക്കും. അതാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്കൂളുകളിലും ഞാനത് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ മൈക്കിൻ്റെ മുമ്പിലും നിന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട്. LKG UKG വിദ്യാഭ്യാസം ഇംഗ്ലീഷിൽ മാത്രം നടത്താൻ അനുവദിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം ഇന്ന് കേരളമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മുടെ രക്ഷിതാക്കളുടെ കുഴപ്പമാണ്. രക്ഷിതാക്കൾ വിചാരിക്കുന്നത് മലയാളം പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഇംഗ്ലീഷ് പഠിക്കണം. അതിന് നമ്മളാരും എതിരല്ലേ. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെയോ. പിന്നെ ഞാൻ ഇംഗ്ലീഷാണ് പഠിച്ചത്, മറ്റൊരു കാര്യം. ഇംഗ്ലീഷ് MA ആണ് എൻ്റെ വിഷയം, MAക്ക്. പക്ഷേ അതുകൊണ്ട് മലയാളം മറന്നു പോകണം നിർബന്ധമുണ്ടോ? നമ്മളൊരു സുന്ദരിയെ കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് അത്ര സൗന്ദര്യമില്ലാത്ത അമ്മയെ തല്ലണമെന്നുണ്ടോ? വല്ല കാര്യമുണ്ടോ? അമ്മക്ക് വയസ്സായി, ഇപ്പോൾ പഴയ പോലെ ഗ്ലാമറൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് പരമസുന്ദരി, അതുകൊണ്ട് തള്ളയെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് വല്ല കാര്യമുണ്ടോ എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു വെപ്രാളത്തിൽ മലയാളത്തെ കണ്ട ഭാവമില്ല. മാതാവിനെ കണ്ടാൽ അറിയുന്നില്ല. ഈ ഇംഗ്ലീഷ് പഠിത്തം മാത്രമാണ് പല LKG UKG ആണെന്ന് ആലോചിക്കണം. 5 വയസ്സ്, 4.5 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ് ഉള്ള കുട്ടിയുടെ ഈ മസ്തിഷ്ക കോശങ്ങളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവനെന്ത് പഠിക്കാം. ആ സമയത്ത് മലയാളം പഠിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് കൊണ്ടുപോയി പഠിപ്പിക്കുന്ന ആരാണ്? ഈ പ്രായത്തിലുള്ള കുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് വിദഗ്ധ പരിശീലനം ഒന്നും നേടിയിട്ടില്ലാത്ത, ഒരുപക്ഷെ 10ാം ക്ലാസ് തോറ്റിട്ടുണ്ടായ ആരെങ്കിലും LKG പഠിപ്പിക്കാനില്ല, ആരെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് ആണ് പഠിപ്പിക്കുന്നത്. ആ കുട്ടിയെ അങ്ങനെ ഉള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഇംഗ്ലീഷിലേക്ക് കടന്നു വന്നൊരു കുട്ടി അവൻ്റെ ജന്മത്ത് ആത്മവിശ്വാസത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് എഴുതി ഉറപ്പിക്കാം. കാരണം അത്ര തെറ്റായ രീതിയിലാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മലയാളി കുട്ടികളൊക്കെ ഡൽഹിയിലൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചാൽ ബബ്ബ അടിക്കുന്നതിൻ്റെ കാരണം ഇവനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ആരാണ്? നമ്മുടെ 10ാം ക്ലാസ് തോറ്റ അന്നക്കുട്ടിയാണല്ലോ പഠിപ്പിച്ചിരിക്കുന്നത് തുടക്കം. പിന്നെ അവനൊരിക്കലും അവൻ എഴുന്നേറ്റം ഉണ്ടാവില്ല ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ. അല്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടീച്ചറാണെങ്കിൽ പഠിപ്പിച്ചോളൂ. കൂട്ടത്തിൽ മലയാളവും പഠിക്കണം. മലയാളം പഠിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ലോകത്ത് എത്രയോ ഗവേഷണങ്ങളും പഠനങ്ങളും നടന്നിരിക്കുന്നു. മാതൃഭാഷയിലുള്ള നിങ്ങളുടെ വ്യുൽപ്പത്തിയാണ് ഒരു 2ാം ഭാഷയോ 3ാം ഭാഷയോ പഠിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി പകരുന്നത്. അവനവൻ്റെ ഭാഷയിലുള്ള ആത്മവിശ്വാസവും കഴിവുമാണ്. അവിടെ ആശയാവിഷ്കാരത്തിനുള്ള കഴിവാണ് ഒരു മനുഷ്യനെ കൊണ്ട് മറ്റു ഭാഷകൾ പഠിക്കാൻ അവന് പ്രാപ്തി നൽകുന്നത്. മലയാളത്തിൽ ആത്മവിശ്വാസമില്ലാതെ പോകുന്ന കുട്ടിയാണ് ഇംഗ്ലീഷ് പഠിച്ചിട്ടും അവന് വേണ്ടത്ര ആത്മവിശ്വാസമില്ലാതെ വളർന്നു വരുന്നത്. അപ്പോൾ ഞങ്ങൾ പറയും, ഇപ്പോൾ CBSE സ്കൂളിലൊക്കെ പഠിക്കുന്നില്ലേ, നല്ല നല്ല പിള്ളേരൊക്കെ ഉണ്ടില്ലെന്നല്ല. പക്ഷേ അവർക്ക് അന്യമായി പോകുന്നത് എന്താണ്? അവിടെയാണ് ഈ സാഹിത്യ മത്സരത്തിൻ്റെ പ്രസക്തി. ഇംഗ്ലീഷ് പഠിക്കാതെ, മലയാളം പഠിക്കാതെ ഇംഗ്ലീഷ് മാത്രം പഠിച്ച് എഴുത്തും വായനയും, മലയാളത്തിൻ്റെ എഴുത്തും വായനയും അറിഞ്ഞുകൂടാതെ വളരുന്ന നമ്മുടെ നല്ല നല്ല സ്കൂളുകളിൽ, നല്ലതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫീസ് കൊടുത്ത് പഠിപ്പിച്ച സ്കൂളുകളിലെ കുട്ടികൾ അവൻ നീറ്റ് എഴുതി ഡോക്ടറാവാനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആവാനോ പോകാനോ ആയിട്ട് കാത്തു നിൽക്കുകയാണ്. അവിടെ പോയാൽ പിന്നെ മലയാളം പഠിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ മലയാളം പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടിട്ട് അവന് സ്വായത്തമായി കിട്ടിയ മാതൃഭാഷയെ അന്യം നിർത്തിയിട്ട് ഈ വേണ്ടത്ര പഠിക്കാത്ത ഇംഗ്ലീഷിലൂടെ ലോകപരിചയം നേടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ മക്കൾ മുമ്പോട്ട് പോകുന്നത്. ഇവർക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? അതാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കിടയിൽ എന്തുമാത്രം വയലൻസാണ് നമ്മൾ കാണുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 9ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലുള്ളവനെ റാഗ് ചെയ്യുന്ന അവസ്ഥ, കുത്തിക്കൊല്ലുന്ന അവസ്ഥ,
ടീച്ചർമാരെ പിന്നെ ഒരുത്തൻ ടി വിയിൽ കണ്ടല്ലോ, ടീച്ചറെ ഭീഷണിപ്പെടുത്തുകയാണ്, വെള്ളിറങ്ങിയ തട്ടിക്കളയുന്നതാണ് പറയുന്നത്. അങ്ങനെ റാഗിങ് എന്ന് പറയുന്ന ക്രൂരമായിട്ടുള്ള സംഗതി നമ്മുടെ ഇടയിൽ പിന്നെയും തലപൊക്കിയിരിക്കുന്നു. റാഗിങ് എന്ന് പറഞ്ഞാൽ കൂടെ പഠിക്കുന്ന അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നവനെ ക്രൂരമായി അവൻ മരിക്കുന്നത് വരെ പീഡിപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? വളരെ സങ്കീർണമായിട്ടുള്ള മനഃശാസ്ത്രമാണ് കേട്ടോ. നമ്മുടെ യുവാക്കൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാറ്റം വളരെ സങ്കീർണമായിട്ടുള്ള മനഃശാസ്ത്രമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനെ കുറച്ച് സിംപ്ലിഫൈഡായിട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് കവിതയും കഥയും സാഹിത്യവും മനുഷ്യത്വവും അന്യമായതാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയിപ്പോകാനുള്ള കാരണങ്ങളിൽ ഒന്ന്. പെട്ടെന്ന് ഈ ദുസ്വാധീനങ്ങൾക്ക് വഴിപ്പെടാൻ ഈ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നത് അവന് വൈകാരികമായിട്ടുള്ള മൂല്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിലൂന്നിയ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൂന്നിയ വൈകാരികതയുടെ ഈ ഒരു കവചമില്ലാതെ പോയതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് തരത്തിലുള്ള സ്വാധീനത്തിലും പെട്ട് ഏതെങ്കിലുമൊക്കെ വീഡിയോ ഗെയിംസ് കണ്ട് ഏതെങ്കിലുമൊക്കെ ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും സൈറ്റിൽ പോയി കൊല്ലേണ്ട എളുപ്പരീതി എന്തെന്ന് പഠിച്ചിട്ട് അത് അമ്മയുടെയും അച്ഛൻ്റെയും മേൽ തന്നെ പരീക്ഷിച്ച് കളയാം എന്നൊക്കെ വിചാരിക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെ പണ്ടുകൊണ്ടല്ലോ. ആരോ പറഞ്ഞതുപോലെ കത്തി പണ്ടുകൊണ്ട്, അത് കറിക്കത്തിയായിട്ട് ഉപയോഗിക്കാം, കൊലക്കത്തിയായിട്ട് ഉപയോഗിക്കാം. ഞാൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രധാനം, അല്ലാതെ കത്തി ഇല്ലാതാക്കുക എന്നുള്ളതല്ല. കത്തി വേണം, പക്ഷേ കത്തി എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് ഒരു കുട്ടി എങ്ങനെ വിവേകപൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുവോ അതുപോലെ ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജിയിൽ നിന്ന് പലതും പഠിക്കാം. ആ പഠിച്ചതൊക്കെ ഏത് മ്ലേച്ഛമായ രീതിയിലും ഉപയോഗിച്ച് കളയാം എന്ന് വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സും മനസാക്ഷിയും അവൻ്റെ വികാരങ്ങളുമെല്ലാം മരവിച്ചു പോയെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഏറ്റവും ലോലമായി വയ്ക്കേണ്ട സമയത്ത് അവരത് പ്രയോജനപ്പെടുത്തിയില്ല എന്നാണ് അർത്ഥം. ലോലമായിരിക്കുക എന്ന് പറയുന്ന ഒരു കളിമണ്ണ് കുഴച്ച് അത് ഉണങ്ങിപ്പോയാൽ പിന്നെ അവിടെ നമുക്ക് അതിനെ ഒന്ന് മോൾഡ് ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ കളിമണ്ണ് കുഴഞ്ഞിരിക്കുന്ന സമയത്തുണ്ടല്ലോ അതിനെ ഏത് രൂപവും നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് പിന്നെ എന്ത് വേണം, സ്പൂണാക്കണമോ വിളക്കാക്കണമോ എന്ത് വേണമെങ്കിലും നമുക്ക് കളിമണ്ണിനെ മോൾഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് പോലെ വളരെ ചെറുപ്പത്തിലുള്ള കുഞ്ഞുങ്ങൾ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സ് ഏത് തരത്തിൽ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാവുന്ന ആ മനസ്സ് ഉള്ള സമയത്ത് അവനിത്തിരി കവിതയും കഥയും ഒക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ മനസ്സിൽ അലിവുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അന്യൻ്റെ ദുഃഖം അറിഞ്ഞ് അവൻ വളരുമായിരുന്നു. ഇപ്പോൾ അച്ഛനമ്മമാരാകട്ടെ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഇവൻ്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടു നിൽക്കും. അച്ഛൻ്റെ അമ്മയുടെയും ദുഃഖം പോലും മക്കളെ അറിയിക്കരുത് എന്ന് വിചാരിച്ച ഒരു രക്ഷകർത്താക്കളുടെ തലമുറ കൊടുക്കുന്ന പിന്നെ പാപഭാരമാണ്, അല്ലെങ്കിൽ പലിശയാണ്, പാപത്തിൻ്റെ പലിശയാണ് ഇന്ന് യുവാക്കൾക്കിടയിൽ കാണുന്ന ഈ വയലൻസ് എന്ന് ഞാൻ പറയും. ലാൻഡിങ് ഗിയർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ എന്തുകൊണ്ട് സാഹിത്യം പഠിച്ചില്ല? ഞാനീ പറഞ്ഞതുപോലെ നനഞ്ഞ കളിമണ്ണ് പോലെ ഇരിക്കുന്ന ഹൃദയമുള്ള കാലത്ത് ആശാൻ്റെ ഒരു കൃതി വായിക്കാനോ അല്ലെങ്കിൽ ഒരു കവിത വായിക്കാനോ ഒരു കഥ വായിച്ചൊന്ന് മനസ്സ് അലിയാനോ ഒന്ന് കണ്ണ് നനയാനോ ഈ കുഞ്ഞിന് അവസരമുണ്ടായില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇംഗ്ലീഷിലും ഒക്കെയുള്ള കഥകൾ വായിക്കും. എന്തിനാണ്? കഥ അറിയാനല്ല, ആ കഥയുടെ അവസാനം കൊടുത്തിട്ടുള്ള എക്സസൈസിലെ കാര്യങ്ങൾ മാത്രമേ കുഞ്ഞ് പഠിക്കുന്നുള്ളൂ. ആ കഥയുടെ രസം, ആ രസത്തിലേക്ക് കുട്ടിയെ കൊണ്ടുവരാൻ നമ്മുടെ അധ്യാപകർക്ക് സാധിക്കുന്നുമില്ല. മാത്രമല്ല ഇതിലേക്ക് ഇംഗ്ലീഷാണല്ലോ. മലയാളത്തിലൊരു കഥ, ഇപ്പോൾ വെള്ളപ്പൊക്കത്തിലെന്ന് പറയുന്ന തകഴിയുടെ കഥ വായിച്ചിട്ട് ഒരു നായയുടെ വികാരം ഉൾക്കൊണ്ട ഒരു എഴുത്തുകാരനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ആ നായയുടെ മനസ്സിലേക്ക് കയറി ഇരുന്നിട്ട് ആ വികാരങ്ങൾ ആവിഷ്കരിക്കുകയാണല്ലോ. പുരപ്പുറത്ത് നിൽക്കുന്ന നായ, ചുറ്റും വെള്ളപ്പൊക്കമാണ്, അതിനെ രക്ഷിക്കണമെന്ന് ഓർത്ത് അതിൻ്റെ യജമാനൻ തൊഴിലാളിയാണ്. ഇത്തരത്തിലുള്ള സാധാരണ ജീവിതങ്ങളിൽ നടക്കുന്ന അസാധാരണമായിട്ടുള്ള വികാര വിക്ഷോഭങ്ങൾ അറിയാതെ പോകുന്ന ഒരു തലമുറ, സാധാരണ മനുഷ്യന് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട് എന്ന് അറിയുന്നതിൽ നിന്ന് അവരെ ആട്ടിപ്പായിച്ച് കളഞ്ഞത് നമ്മളുടെ രക്ഷിതാക്കളും ഈ കുറച്ച് പരിഷ്കാരം എന്നത് മലയാളം പഠിക്കാതിരിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള കുറച്ച് സ്കൂൾ മാനേജർമാരുമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഇനി ഒരു പക്ഷേ എന്നെ സ്കൂളിൽ പ്രസംഗിക്കാൻ വിളിക്കില്ല, അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. ഞാൻ സ്ഥിരമായി പറയുന്ന ONV സാറിൻ്റെ ഒരു വരി എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോ എന്നൊക്കെ ഞാൻ പറയുന്ന ഒരു വരിയാണ്. എന്താണ്? എൻ മണി വീണയിൽ വീണ പൂവേ നിൻ്റെ നൊമ്പരം നിന്ന് തുടിപ്പ്. പഴയ പാട്ടാണ് കേട്ടോ. ആമലർ പൊയ്കയിൽ ആടിക്കളിക്കുന്ന രോമനത്താമര പൂവേ എന്ന് പറയുന്ന പാട്ടിൻ്റെ അവസാനം പറയുകയാണ്. വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോകണം, നമ്മൾ ശ്രദ്ധിക്കുകയല്ല. സാറ് തന്നെ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനത് കേൾക്കുമ്പോഴൊക്കെ ഇതൊരു കവിയുടെ മാനിഫെസ്റ്റോ ആണല്ലോ എന്ന് ഞാൻ വിചാരിക്കും. എൻ മണി വീണയിൽ വീണ പൂവേ നിൻ്റെ നൊമ്പരം നിന്ന് തുടിപ്പൂ. വീണ പൂവേ എന്നുള്ള പ്രയോഗത്തിൽ
വീണ് കിടക്കുന്ന പൂവെന്ന് മാത്രമല്ല ആശാനെയും അവിടെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ആദ്യമായി മലയാള കവിത ഉണർന്ന് അത് ഉജ്ജ്വലമായത് എപ്പോഴാണ്? അങ്ങനെ ആകാശത്ത് വിടർന്നു നിൽക്കുന്ന പൂക്കളെ കണ്ടിട്ടല്ല, അങ്ങനെ പൂവിൽ ഒരു മരത്തിൽ അങ്ങനെ വിരിഞ്ഞ് വിലസി നിൽക്കുന്ന പൂക്കളെ കണ്ടിട്ട് എന്ത് മനോഹരമെന്ന് പറഞ്ഞുകൊണ്ടല്ല മലയാള കവിത കണ്ണു തുറന്നത്. പിന്നെയോ ആ ഉത്തുംഗ പദത്തിൽ നിന്ന് താഴെ വീണ് മണ്ണോട് മണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ എന്ന് പറയുന്ന സമയത്ത് ആ വിസ്മൃതമാകാൻ പോകുന്ന പൂവിനെ നോക്കി ജീവിതാവസ്ഥകളെ പരിചിന്തനം ചെയ്തപ്പോഴാണ് മലയാള കവിതയിൽ വീണപ്പൂവിൻ്റെ സുഗന്ധം വിടർന്നത്. ഇല്ലേ, ഇത് ജീവിതം തന്നെയാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ള ചാതുരി ഈ കുട്ടിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ എപ്പോഴാണ് നമ്മൾ തിരിച്ചു കൊടുക്കുക? കവിതയുടെ ഗുണം അതാണല്ലോ. കവിതയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ആ വാക്കല്ല. കവിതയിൽ ഉപയോഗിക്കുന്ന പൂവ് വീണപ്പൂവ് എന്ന് പറഞ്ഞാൽ അത് ശരി, ഒരു ബോട്ടണിസ്റ്റ് പറയുന്ന പോലെയാണ് ഈ ഫ്ലവർ ഇന്ന സ്പീഷീസിൽപ്പെട്ട ഫ്ലവർ വിച്ച് വിൽ ബി നൗ ഫോർഗോട്ടൺ എന്നാണ് അതിൻ്റെ അർത്ഥം. തൂത്തുവാരി കളയുന്നതോടുകൂടി പൂവ് നഷ്ടമാകുന്നു, അതുകൊണ്ട് പൂവേ നിന്നെ ഞാൻ കഷ്ടമായിപ്പോയി എന്നാണോ എൻ്റെ അർത്ഥം? അല്ല, ഉദാത്തമായ ഒരു സാധാരണ സന്ദർഭത്തിൽ അസാധാരണമായ ചിന്തകൾ കൊണ്ട് ഉജ്ജ്വലമാക്കാൻ സാധിക്കുന്ന, വളരാൻ സാധിക്കുന്ന ആ ഒരു വളർച്ചയുടെ ഇൻസ്റ്റിങ്ക്റ്റാണ്, വൈകാരികമായുടെ വളർച്ചയുടെ പ്രചോദനമാണ് സാഹിത്യം നമുക്ക് തരുന്നത്. അല്ലേ, ഞാനെപ്പോഴും തോട്ടിയുടെ മകനെ പറ്റി പറയും. തോട്ടിയുടെ മകനും തോട്ടിക്കുമൊക്കെ പ്രണയിക്കാൻ സാധിക്കുമെന്ന് നമ്മളോട് ആദ്യം വിളിച്ചു പറഞ്ഞത് മലയാളത്തിലെ എഴുത്തുകാരനല്ലേ, തകഴിയല്ലേ. റിക്ഷ വലിച്ചുകൊണ്ട് നടക്കുന്ന സാമാന്യം വികൃതനും വിരൂപനുമൊക്കെ ആയിട്ടുള്ള പരുഷനുമായിട്ടുള്ള പപ്പുവിന് ഒരു പെൺകുട്ടിയെ തട്ടിയിട്ടതോടുകൂടി ജീവിതം അങ്ങ് മാറുകയാണ്. ആ പപ്പുവിൻ്റെ മനസ്സിൽ മകളോടുള്ള വാത്സല്യം, മകളുടെ അമ്മയോടുള്ള ഒരു ലൈന് നമ്മുടെ ഭാഷയെ പറഞ്ഞ് ഇതൊക്കെ ഒരു റിക്ഷാക്കാരനും സാധിക്കും. പപ്പുവിനെ പോലെ പ്രാകൃതനായിട്ടുള്ള റിക്ഷാക്കാരൻ്റെ ഹൃദയത്തിലും ആ അലിവ് ഉണ്ടല്ലോ എന്ന് നമ്മളെ കൊണ്ട് തിരിച്ചറിയിക്കുന്ന ആരോട് എഴുത്തുകാരന് മാത്രമേ അത് സാധിക്കൂ. ലേഖനം വായിച്ചാലുണ്ടാവുകയില്ല. എം ടി വാസുദേവൻ നായർ എപ്പോഴും പറയുമായിരുന്നു, എം ഡിയുടെ നായകന്മാരെ പറ്റി നമ്മളിങ്ങനെ ഒരു കാഷ്വലായിട്ട് പറയുമ്പോൾ എല്ലാ സാമൂഹ്യ വിരുദ്ധരാണല്ലോ എം ഡിയുടെ നായകന്മാരത് ചുമ്മാ നമ്മൾ ഒരു കാഷ്വൽ ടോക്കിൽ പറയുകയാണ്. അപ്പോൾ പറഞ്ഞു, ശരിയാണ്, പണ്ടത്തെ സാഹിത്യ നിരൂപണത്തിൽ പറയും പോലെ ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാനായിട്ടുള്ളവരൊന്നുമല്ല. നമ്മളാരും അങ്ങനെ അല്ലല്ലോ. എം ടി പറയുകയാണ്, നമ്മളാരും അങ്ങനെ അല്ലല്ലോ, അങ്ങനെയുള്ള മനുഷ്യരില്ലല്ലോ. എത്ര കരിമ്പാറയ്ക്കുള്ളിലും ഒരു നീരുറവയുണ്ടോ എന്ന് അന്വേഷിക്കലാണ് എഴുത്തുകാരൻ്റെ ധർമ്മം. ഞാനത് കൊല്ലത്തെ എം ടി അനുസ്മരണത്തിൽ ഇത് പറഞ്ഞതാണ്. ഏത് കരിമ്പാറയ്ക്കുള്ളിലും കണ്ട കരിമ്പാറയാണ് കേട്ടോ, അയ്യോ കരിമ്പാറ എന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹ മനസ്സ് അവഗണിക്കുന്ന കരിമ്പാറയ്ക്കുള്ളിലും ഒരു നീരുറവയുണ്ടോ എന്ന് അന്വേഷിക്കലാണ് എഴുത്തുകാരൻ്റെ ധർമ്മം. അങ്ങനെ എഴുതപ്പെടുന്ന കഥയും കവിതയും നോവലുമൊക്കെ വായിച്ച് ഈറനണിഞ്ഞ മനസ്സുമായി ഒരു കുഞ്ഞ് അതിൻ്റെ ബാല്യകാലം, അതിൻ്റെ സ്കൂൾ ജീവിതം മുന്നേറുമെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവന് ജീവിതത്തെപ്പറ്റിയുള്ള ഒരു വൈകാരിക ബോധ്യം, ജീവിത സൗന്ദര്യത്തെപ്പറ്റിയുള്ളൊരു അവബോധം, അവൻ്റെ അമ്മയുടെ സ്നേഹം പോലും മനസ്സിലാക്കാനുള്ളൊരു കഴിവ്, ആ ജീവിതത്തിൻ്റെ വൈകാരികതയ്ക്ക് നേരെ പിടിച്ച ഒരു കണ്ണാടിയായി സാഹിത്യകൃതികൾ ആ കുഞ്ഞിനെ ഉദ്ദീപിപ്പിക്കുമെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക്, ആ മാനവിക ബോധ്യമുള്ള കുട്ടികൾക്ക് എന്തെല്ലാം ഹിംസാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാലും അവൻ പറയും, ഞാനിവിടെയല്ല നിലനിൽക്കേണ്ടത്, എൻ്റെ നിലപാട് തറ ഇതല്ല, ഇതിനപ്പുറത്താണ്, ഇതിനെതിർക്കലാണ് എൻ്റെ ധർമ്മം എന്ന് വിചാരിക്കാൻ കുഞ്ഞു മനസ്സിൽ ഈ ആശയങ്ങൾ ഇട്ടുകൊടുക്കാൻ മലയാള ഭാഷയ്ക്ക്, മാതൃഭാഷയ്ക്കേ സാധിക്കൂ. ഇത്തരത്തിലുള്ള നല്ല കൃതികൾ ഇംഗ്ലീഷിലെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇത് ഉത്കൃഷ്ടമായ കൃതികളുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് അതൊന്നും വായിച്ചാസ്വദിക്കുവാനുള്ള സമയമായില്ല. അവനവൻ്റെ ഭാഷയിൽ അവൻ്റെ ചുറ്റുപാടുകളിൽ നടന്ന കാര്യങ്ങൾ ഇവിടെ ഒരു എഴുത്തുകാരൻ എഴുതി വയ്ക്കുമ്പോൾ ചുറ്റുപാടുകളിലേക്ക് നോക്കേണ്ട രീതി മാറുന്നു, അവൻ്റെ കണ്ണുകളിൽ ഒരു പുതിയ വെളിച്ചം തെളിയുന്നു, അവൻ്റെ മനസ്സിലൊരു പുതിയ വൈകാരികതയുടെ നീരുറവ അങ്ങനെ നുരഞ്ഞു പോകും. ഇതൊന്നും സാധിക്കാതെ പോകുന്നതാണ്. അഥവാ മലയാള ഭാഷയുടെ സാഹിത്യത്തിലും ഭാഷയുടെ അഴകിലും അഭിരമിക്കാൻ നമ്മുടെ കുട്ടികളെ അനുവദിക്കാത്ത ഒരു തലമുറ അനുഭവിക്കുന്ന ഒരു നിയോഗമാണ്, ഈ ഒരു വിധിയാണ് ഇന്നത്തെ യുവതലമുറയിലെ വയലൻസും വളരെ മൂല്യങ്ങളില്ലാത്ത പെരുമാറ്റവും. അവർ ഡ്രഗിന് അടിമപ്പെടുന്നുവെങ്കിൽ, അവർ ലഹരി മരുന്നിന് അടിമപ്പെടുന്നുവെങ്കിൽ അതിന് വേണ്ട പ്രതിരോധ ശക്തി അവനില്ലാതെ പോയി എന്നർത്ഥം. എന്തുകൊണ്ട് പ്രതിരോധ ശക്തി ഇല്ലാതെ പോയി? ജീവിതത്തെപ്പറ്റിയുള്ള അവൻ്റെ കാഴ്ചപ്പാട് തന്നെ വികലമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മൂല്യങ്ങളാൽ നയിക്കപ്പെടുന്ന എൻ്റെ അമ്മയും അച്ഛനും എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയെങ്കിൽ അവർക്ക് ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കും? ഒന്നും തിരിച്ചു കൊടുക്കണ്ട. എൻ്റെ ജീവിതം ഭംഗിയായി മുമ്പോട്ട് പോയാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് തന്നെയാണ് പ്രതിഫലം എന്ന് തിരിച്ചറിയാനുള്ള വൈകാരികമായിട്ടുള്ള ഒരു കഴിവ് മക്കൾക്ക് നഷ്ടമാവുന്നത് കൊണ്ടാണ് ഇവർ ഈ മയക്കുമരുന്നിന് അടിമപ്പെടുന്നത്,
അവരിലെ വയലൻസ് അവർ സ്വീകരിക്കുന്നതൊക്കെ തന്നെ പ്രതിരോധിക്കണമെങ്കിലുള്ള പല മരുന്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം ഈ സാഹിത്യ വിദ്യാഭ്യാസം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് മലയാള ഭാഷയെ, മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന് ഒരിക്കൽ കൂടി അതിനെ ആവർത്തിച്ചുകൊണ്ട് ആ ഭാഷയിൽ എഴുതപ്പെടുന്ന സാഹിത്യത്തിന് പുരസ്കാരങ്ങൾ കൊടുക്കുന്ന ഈ ചടങ്ങിന് ഒരു പുരസ്കാരദാന ചടങ്ങിനേക്കാൾ അർത്ഥവ്യാപ്തിയുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മലയാള ഭാഷയ്ക്ക് വേണ്ടി സേവനങ്ങൾ നടക്കുന്ന ഒരുപാട് പ്രഗത്ഭമതികളെ ഞാനിവിടെ കാണുന്നുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ തല കുനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാഷ വേണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് വേണ്ടത്? നമ്മുടെ സ്വന്തം ഭാഷയെ പരിപോഷിപ്പിക്കുവാൻ നമുക്ക് താല്പര്യമില്ല എങ്കിൽ അത് പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടാണോ മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കേണ്ടത്? അത് വിദ്യാഭ്യാസമുള്ള ഓരോ കുട്ടിയുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ ഭാഷയെ പ്രോത്സാഹിപ്പിക്കുകയും ഈ ഭാഷയിലൂടെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെയും വൈകാരികതയും അറിയാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വരുന്ന കുട്ടികളോട് എനിക്ക് വാസ്തവത്തിൽ സഹതാപമാണ്. കാരണം അവർ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടില്ലെന്നൊന്നുമല്ല, പക്ഷേ നമ്മുടെ ഒരു 4 വരി വായിച്ചിട്ട് പുളകം കൊള്ളാൻ ഈ കുഞ്ഞിന് സാധിച്ചില്ലല്ലോ. ചന്തമേറിയ പൂവിലും ശബളാഭമം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും എന്നൊക്കെ വായിക്കുമ്പോൾ അയാൾക്കൊരു ആഹ്ലാദമുണ്ടാകണ്ടേ? എന്നിട്ട് ചങ്ങമ്പുഴയുടെ ഒരു വരി എടുത്തിട്ട് ആര് വാങ്ങും ഇന്ന് ആര് വാങ്ങും ഈ ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന് പറയുമ്പോൾ അടച്ചു വെച്ചിട്ട് ആരാമത്തിൻ്റെ രോമാഞ്ചം, പൂമാല വാങ്ങിക്കുമ്പോൾ നല്ല ചോദ്യം ആരാമത്തിൻ്റെ രോമാഞ്ചം വാങ്ങിക്കുമ്പോൾ എന്നാണ്. അതിനകത്തുള്ളൊരു കവിതയുടെ ഒരു മിന്നലാട്ടം കാണാൻ ഈ കുഞ്ഞിന് സാധിക്കുന്നില്ലല്ലോ. എന്തിന് എഴുത്തച്ഛൻ്റെ 4 വരി വായിക്കാനോ കുഞ്ചൻ നമ്പ്യാരുടെ പ്രകമ്പനം കൊള്ളിക്കുന്ന 4 വരികൾ വായിച്ചിട്ട്? ഞാൻ എപ്പോഴും പറയുന്ന ചില വരികളുണ്ട്. കാണാപ്പടം ഇപ്പോൾ പഴയ പോലെ കാണാപ്പടം പഠിക്കാൻ സാധിക്കില്ല, കാരണം ബ്രെയിൻ സെൽ നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പണ്ട് നല്ല കാലത്ത് പഠിച്ചത് ഓർമ്മയുള്ളൂ. ഇപ്പോൾ കാർത്തികവീരാർജുന വിജയത്തിലോ മറ്റോ ആണ് നമ്പ്യാർ പറയുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വരികൾ അത്ര കേമമായതുകൊണ്ടല്ല, പക്ഷേ ഇതിൻ്റെ ഒരു ശബ്ദാലങ്കാരത്തിൻ്റെയും ശബ്ദഘോഷത്തിൻ്റെയും അത്ഭുതം അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു കുട്ടിയെ എന്തിനു കൊള്ളാമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവന് നഷ്ടമാവുന്നത് എന്താണെന്ന് അവൻ അറിയുന്നില്ലല്ലോ. അക്കാലങ്ങളിൽ അതിഭുജ വിക്രമധികൃത ചക്രപരാക്രമനാകിയ നക്തഞ്ചരപതി രാവണൻ എന്നൊരു ശക്തൻ വന്നു പിറന്നു ധരായാം. രാവണൻ ജനിച്ചതിനെ പറ്റിയാണ് 4 വരിയിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഒന്നും കൂടെ പറഞ്ഞോട്ടെ, അതിൻ്റെ പ്രാസം നോക്കണം. എല്ലാം കൂട്ടക്ഷരമാണ് കേട്ടോ. ഈ കൂട്ടക്ഷരം ഉണ്ടെങ്കിലേ ശക്തിയുള്ളൂ, ഇടിക്കുന്ന പോലെ കിട്ടുള്ളൂ. അക്കാലങ്ങളിൽ അതിഭുജ വിക്രമധികൃത ചക്രപരാക്രമനാകിയ നക്തഞ്ചരപതി രാവണൻ എന്നൊരു ശക്തൻ വന്നു പിറന്നു ധരായ. ഇങ്ങനെ എടുത്ത് വാക്കുകളെ അമ്മാനമാടിയ കുഞ്ചൻ നമ്പ്യാരുടെ 4 വരി അറിയാതെ നീ എന്തിനടാ ഈ 12ാം ക്ലാസ് ജയിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ കുട്ടികളെ ഈ അത്ഭുതത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ മാതാപിതാക്കളുടെ അജ്ഞതയ്ക്ക് മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് അത് വിറ്റ് കച്ചവടമാക്കുന്ന സ്കൂളുകളെ പറ്റി ഒരു ചെറിയ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഭാഷാ സമ്മേളനത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സമുദ്രതീരത്തിന് എല്ലാ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.